UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പേരെയും കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. അത് പറയില്ല. പറയില്ല. ഉറപ്പായിട്ടും 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാതി, 1 ഡസൻ, ചിലപ്പോൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതേ. ആക്ച്വലി ഈ സംസാരത്തിനാണ് നമ്മൾ 100+ കൊടുക്കേണ്ടത് അല്ലേ? ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയ വനവാസം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പണി പാളൂ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായിരുന്നു ആ ഷാർപ്പ്, എന്തായിരുന്നു ആ കോൺഫിഡൻസ്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയും ബോധ്യം ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലുള്ള ചലഞ്ചസുകൾ ഏറ്റെടുക്കാം എന്നുള്ള നല്ലൊരു തെളിവാണ് VDS നമുക്ക് കാണിച്ചു തന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കമ്പനി CEO അല്ലെ കമ്പനിയെ വലിയൊരു കമ്പനിയെ ലീഡ് ചെയ്യുന്ന ആൾ, അയാൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ ഇത്ര ശതമാനം അച്ചീവ് ചെയ്യുമെന്നൊക്കെ പറയുന്ന പോലെ ഒരു കോൺഫിഡൻ്റ് ആണ് അയാൾ കണ്ടത്. അയാൾ പ്രൂവ് ചെയ്ത് കാണിച്ചും ചെയ്തു. വലിയൊരു റിസ്ക്കാണ് അദ്ദേഹം എടുത്ത്. ഏതായാലും ഇനി നമ്മളെ 4-5 വർഷം ഭരിക്കേണ്ട ആളുകളാണ്. അവർക്ക് എല്ലാവിധ ഊർജ്ജസ്വലതയും ചിന്താശക്തിയും സൽബുദ്ധിയും ഉണ്ടാവാനും അവരുടെ ഇലക്ഷനിൽ അവർ എത്രത്തോളം പെർഫോം ചെയ്തതോ അതിലേറെ അവർക്ക് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉഷാറായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കാം. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്.